ഹായ് സുഹൃത്തുക്കളെ, ഇതൊരു 10 കിലോ വാട്ട് ഓൺ ഗ്രിഡ് ചെയ്യാൻ വേണ്ടി ഇറക്കിയിരിക്കുന്ന പാനലാണ്. 20 പാനലുണ്ട്. ഇത് 600 വാട്ട്സിൻ്റെ റെന്യൂസേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പാനലാണ്. ഗ്ലാസിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡബിൾ സൈഡാണ് ഇതിൻ്റെ ഗ്ലാസ് വരുന്നത്. ഈ ഒരു സൈറ്റ് കൊല്ലത്ത് മങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഏകദേശം നമുക്ക് വരുന്നത് 20 പാനലാണ്. ഇത് റെന്യൂസസിൻ്റെ 600 വാട്ട്സിൻ്റെ 20 പാനൽ ടോപ്പ് ഓൺ ടൈപ്പ് പാനലാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന പാനൽ അത്രയും നമ്മുടെ ഈ ഒരു സൈറ്റിലേക്കുള്ളതാണ്. അപ്പോൾ ഇത് മൊത്തം അൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാനലിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ഗ്ലാസ് ആണ് വരുന്നത്. ടോപ്പ് ഓൺ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു പാനൽ സെറ്റാണ് ഇത്. കണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, അതിൻ്റെ ഫ്രണ്ട് വശവും ബാക്ക് വശവും ഒക്കെ കാണുമ്പോൾ നല്ല ഫിനിഷിംഗ് ആണ്. ഡബിൾ ഗ്ലാസ് ആണ്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു പാനൽസ് തന്നെയാണ്. ഇതിൻ്റെ VOCയും ആംബിയർ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കമ്പനി ലേബിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പാനൽസുകൾ ഫിറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഏകദേശം 4 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റുള്ള ഒരു റൂഫിൻ്റെ മുകളിലാണ്. അപ്പോൾ ഷീറ്റിങ് ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിലാണ് ഈ ഒരു സ്ട്രക്ചർ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നുണ്ടോ, നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഏകദേശം നിങ്ങളൊക്കെ പറഞ്ഞു 4 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റോളം ഈ ഒരു പ്രൊജക്റ്റിനുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഹൈറ്റിലാണ് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഷീറ്റിന് മുകളിൽ. അതായത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു വീടിൻ്റെ നല്ല രീതിയിൽ, അതായത് 2-3 നില ഹൈറ്റും കഴിഞ്ഞതിന് ശേഷം ഷീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലാണ് നമ്മുടെ ഈ സ്ട്രക്ചർ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കയറി ഇരുന്ന് നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ നടന്നു പോയി ഇത് ക്ലീൻ ചെയ്യുവാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കുലുക്കം വരാതെ, അതുപോലെ തന്നെ മറ്റേ ഭിത്തിയിലേക്ക് നമ്മൾ സപ്പോർട്ടൊക്കെ കാര്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം കാറ്റടിച്ച് ഒലയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഷീറ്റിൻ്റെ മുകളിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ പെയിൻറ്റ് വർക്കും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 10 പാനലായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ 10 പാനൽ, അടുത്ത സൈഡിൽ 10 പാനൽ. അപ്പോൾ 2 സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരിക്കുന്നത്. ഏകദേശം നമുക്ക് ഒരു 50 യൂണിറ്റ് മുതൽ 70 യൂണിറ്റ് വരെയുള്ള പ്രൊഡക്ഷനാണ് ഈ ഒരു പ്ലാന്റിലൂടെ കിട്ടുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും 12,000 വാട്ട്സ് പാനലാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഏകദേശം നമ്മളൊരു 4 യൂണിറ്റ് വെച്ച് പെർ വാട്ടിന് കൂട്ടിയാൽ തന്നെ നമുക്ക് 48 യൂണിറ്റ് മിനിമം സ്റ്റാർട്ടിങ് ഉണ്ടാവും. അപ്പോൾ നല്ലൊരു പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 70 യൂണിറ്റ് വരെയൊക്കെ പ്രൊഡക്ഷൻസ് ഈ ഒരു പ്ലാന്റിൽ നിന്നുണ്ടാവും. അപ്പോൾ ഈ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കറണ്ട് ബില്ല് വരുന്ന ഒരു വീടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പകൽ സമയങ്ങളിലുള്ള അത്യാവശ്യമുള്ള എല്ലാ ഉപയോഗങ്ങളും നമുക്ക് നടക്കുകയും വേണം, അത്യാവശ്യം കറണ്ട് ബില്ല് കുറയ്ക്കുകയും വേണം. അതാണ് ഈ ഒരു പ്ലാന്റ് നിർമ്മിക്കാനുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടോണം. പാനല് 10 ആണെന്ന് ഞാൻ പറഞ്ഞു. ഒരു സൈഡിൽ 10, അടുത്ത സൈഡിൽ 10. അപ്പോൾ ഇതിൻ്റെ ചരിവുകളൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്ലോപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാൾക്ക് കയറി നടന്നു പോയി ഇതിനകത്ത് ക്ലീൻ ചെയ്യത്തക്ക രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വാക്വയും കാര്യങ്ങളൊക്കെ, ലൈറ്റിംഗ് അറസ്റ്റ് കാര്യങ്ങളും മറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഷീറ്റിന് മുകളിൽ അടിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ആ ഒരു കാലുകളൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നിടത്ത് നല്ലോണം സിലിക്കോൺ ചെയ്തതിന് ശേഷം ടേപ്പിങ്ങും കാര്യങ്ങളൊക്കെ, ഫാസ്റ്റ് ടേപ്പിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാനൽസ് ഇത്രയും വെച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കിത് കാണും. ഇത് കണ്ടോ, ഒറ്റ സ്ലോപ്പാണ് ഇത് മൊത്തം കൊടുത്തിരിക്കുന്നത് 2 സൈഡിലായിട്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ നോക്കുമ്പോൾ എന്താണ് ഇത്ര ഹൈറ്റിൽ വരാൻ കാര്യം എന്ന് വെച്ചാൽ, ഈ വീടിൻ്റെ ആ ഷേപ്പിനകത്തൊക്കെ കൂര നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിഴൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഒരു ഹൈറ്റിൽ. അപ്പോൾ താഴെയൊക്കെ ഉള്ള വീടുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ഇത് ഹൈറ്റ് കൂടിയ ഒരു പ്രദേശം തന്നെയാണ്, അല്ലെ ആ ഒരു ഇത്രയും പൊക്കത്തിലാണ് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. അതുപോലെ തന്നെ നല്ല വെളിച്ചം, അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു നിഴൽ പോലും ഇല്ലാതെ ഇതിനകത്ത് നല്ല വെട്ടം കിട്ടത്തക്ക രീതിയിലാണ് ഈ പാനലിൻ്റെ ഹൈറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ. അപ്പോൾ ഞാൻ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും പോയി നിന്ന് നടന്ന് എടുത്ത ഒരു വീഡിയോ ആണിത്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ DC ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. 2 സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ SPD മറ്റു കാര്യങ്ങളൊക്കെ, ഫ്യൂസ് മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് തന്നെയാണ്. ഇനി നമുക്ക് ACDBയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത് SPD കൊടുത്തിട്ടുണ്ട്, അവന് ഇൻഡിക്കേറ്റർ ഉണ്ട്, AC ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് ബോക്സ് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് പോയിട്ട് നമ്മൾ ഇനി നമുക്ക് കാണാനെന്ന് പറഞ്ഞാൽ UG കേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുവഴിയാണ് നമ്മുടെ മീറ്ററിലേക്ക് പോകുന്നത്. ഇത് നമ്മുടെ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ സൺവൈസിൻ്റെ ഇൻവെർട്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 10 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറാണ്.
അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. മിക്കവാറും എല്ലാ പ്രൊജക്റ്റിലും സൺറൈസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, സൺറൈസിന്റെ ആ ഒരു ഇൻവെർട്ടറിന്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ VOC മറ്റു കാര്യങ്ങൾ, എത്ര ആംബിയർ വരെ നമുക്ക് കണക്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓൺലൈനായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ ഓൺ ആക്കുമ്പോൾ ജസ്റ്റ് ഇത് ചാലു ആക്കിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചാലു ആക്കിയപ്പോൾ കിട്ടിയ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ PV1ന്റെ ആ ഒരു വോൾട്ടേജ്, ആംബിയർ, അതുപോലെ തന്നെ PV2ന്റെ നമുക്ക് വോൾട്ടേജ്, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ഇതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. 3 ഫേസ് കണക്ഷൻ ആയതുകൊണ്ട് ഇത് കണ്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആംബിയറും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രീക്വൻസി, അതുപോലെ തന്നെ കിട്ടിയിരിക്കുന്ന യൂണിറ്റ് കാര്യങ്ങളൊക്കെ ചാലു ആക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം പ്രൊഡക്ഷൻ, ഇത്രയും പാനൽ ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്ഷൻ ഇതിനകത്ത് ഉണ്ടാവും. അത് തീർച്ചയാണ്. കാരണം 12,000 വാട്ട്സ് പാനൽ ഉള്ളതുകൊണ്ട്. പിന്നെ ഇവിടുന്ന് തന്നെ നമ്മൾ ഇത് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ മീറ്റർ ബോക്സ് ഇരിക്കുന്നത് കുറച്ച് അകലെയാണ്. ഒരു 10-75 മീറ്ററോളം ദൂരെയാണ് നമ്മുടെ മീറ്റർ ബോക്സ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ വരെ നമ്മൾ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ UG കേബിളാണ് ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. എർത്തിങ് കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലൈറ്റിംഗ് അറസ്റ്റിൻ്റെ എർത്തിങ് ഉണ്ട്. എല്ലാ എർത്തിങ്ങളും നമ്മൾ ഇവിടെ പ്രോപ്പർ വേയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ UG കേബിൾ നമ്മൾ മതിലിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് ഇതെല്ലാം ക്ലാമ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ക്ലാമ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് നമ്മൾ മീറ്റർ ബോക്സിൻ്റെ അവിടെ എത്തക്കത്ത വിധത്തിലാണ് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോണം. കേബിളൊക്കെ കൊണ്ടുപോയിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടാണ്, ഭൂമിക്കടിയിലേക്ക് അധികമായിട്ട് ഇട്ടിട്ടില്ല. കാരണം ജസ്റ്റ് ഇത് കണ്ട് മനസ്സിലാക്കാത്ത രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ എന്തെങ്കിലും മണ്ണൊക്കെ കളിക്കുന്ന സമയത്ത് കേബിളിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ നമ്മൾ അത്രയും ഒരു 1/2 മീറ്റർ കൂടുതൽ ഹൈറ്റിൽ താഴ്ചയിലേക്ക് വേണം നമ്മൾ ഈ കേബിളൊക്കെ യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അതിനകത്ത് കേബിൾ ട്രേ, കേബിൾ ടൈലൊക്കെ ഇടണം. പിന്നെ നമ്മൾ വാർണിംഗ് ടേപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് കണ്ടോ, മതിലിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഈ ഒരു കേബിൾ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ കേബിൾ കൊണ്ടുപോയിരിക്കുന്നത് അത്യാവശ്യം നല്ല ഒരു സാഡിൽ, പെയിൻ്റൊക്കെ അടിച്ച് നല്ല സാഡിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകാതിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, മീറ്ററിൻ്റെ അവിടെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം മെയിൻ ഗേറ്റിൻ്റെ ആ ഒരു സൈഡിൽ തന്നെയാണ് ഈ മീറ്റർ ബോക്സും കാര്യങ്ങളൊക്കെ KSEBിയുടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനോട് സംബന്ധം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മീറ്റർ ബോക്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മഴ നനയാതെ നമുക്കിത് ഇരിക്കുകയും ചെയ്യും. അതുപോലെ റീഡിങ് എടുക്കാൻ വരുന്നവർക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. മീറ്റർ ഇതിനകത്ത് തന്നെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇത് നമ്മൾ ഓണാക്കി നോക്കുമ്പോൾ, അല്ലെ കവർ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത് കണ്ടോ, മീറ്ററൊക്കെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം മെഗാബൈറ്റ് ടെക്നോളജീസിന്റെ ടീം അംഗങ്ങൾ. അപ്പം നമ്മളെല്ലാവരും കൂടിയാണ് ഈ ഒരു വർക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ടീമുകൾ, വെൽഡറുണ്ട്, പെയിന്ററുണ്ട്, അതുപോലെ തന്നെ ടെക്നീഷ്യന്മാരുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഈ ഒരു ഗ്രൂപ്പിനകത്ത് എല്ലാ ടീം അംഗങ്ങളും ഉണ്ട്. ഞങ്ങൾ പല സൈറ്റുകളിൽ ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചാണ് വർക്ക് ചെയ്യാറുള്ളത്. അപ്പം നമ്മുടെ ടീം അംഗങ്ങളുടെ ലീഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശശിയേട്ടൻ തന്നെയാണ് കേട്ടോ. എല്ലാ സൈറ്റിലും ശശിയേട്ടൻ തന്നെയാണ് എൻ്റെ ടീമിന്റെ ലീഡർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.